തീർച്ചയായും രീതിയിൽ നീക്കം നടത്തുന്നുണ്ട്. ഡാനിലേക്ക് എത്താം. അതിനു മുൻപ് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവരുടെ പ്രതികരണത്തിലേക്ക്. വെരിഫൈ ചെയ്തിട്ട് എടുത്തോണ്ട് പോയി. അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും കുറെ ടൈം എടുത്തു. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ലാപ്ടോപ്പ്. ലാപ്ടോപ്പ് ഓഫീസിലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീഡിയോ ചെയ്യരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടു എന്നാണ് രാഹുൽ പറയുന്നത്. അതെ. അപ്പം അതാണ് അവർക്കുള്ള പ്രശ്നം. കാരണം ആദ്യം പറഞ്ഞത് ആളുടെ പെൺകുട്ടിയുടെ പേരും ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് അല്ലാന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നോൺ വേലബിൾ ഒഫൻസ് 75(1) ചേർത്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം പറയുന്നു വീഡിയോ വേ ചെയ്യാൻ പാടില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് പാടില്ല, അത് കുട്ടിക്കെതിരെ ആയി പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ഒരു അഭിപ്രായമല്ല. സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. ഇപ്പൊ സ്റ്റേഷനിലോട്ടൊക്കെ കൊണ്ട് കോടതിയിൽ ഇന്ന് എനിക്ക് തോന്നുന്നു പേപ്പർ വർക്ക് കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലേറ്റ് ആവുമായിരിക്കും. വീണ്ടും ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഇന്നലെ തന്നെ രാഹുൽ ഈശ്വറിന്റെ ഫോണും ലാപ്ടോപ്പും ഒക്കെ പോലീസ് പിടിച്ചെടുത്തിരുന്നു. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ പിടിച്ചെടുത്തിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. പക്ഷെ അതിനുശേഷം, അതായത് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുന്ന ആ സമയത്ത് രാത്രിയിൽ രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ വരുന്നു. അതായത് പോലീസ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കാൻ വന്നപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്, താൻ ആ ലാപ്ടോപ്പ് ഇവിടെ ഒളിപ്പിച്ചു വെക്കുകയാണെന്ന് രാഹുൽ പറയുന്ന വീഡിയോകൾ പ്രചരിച്ചിരുന്നു. പുറത്ത് രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെയാണ് ആ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. അതാണോ പോലീസ് വീണ്ടും രാഹുൽ ഈശ്വരുമായി വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള കാരണം? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെ ഈ ലാപ്ടോപ്പ് മാത്രമാണോ, ലാപ്ടോപ്പ് ലക്ഷ്യമിട്ട് മാത്രമായിരുന്നോ വീട്ടിലെ പരിശോധന? അതായത് ഇത്തരത്തിൽ ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചാരണം നടത്താൻ ഉപയോഗിച്ച എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും, അതായത് എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങളും ഉപകരണങ്ങളും പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഈ പരിശോധന വീട്ടിൽ നടന്നത്. നേരത്തെ നമുക്കറിയാം കെ ഷൈൻ ടീച്ചർക്കെതിരായി സമാനമായ തരത്തിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ നേരത്തെ കെ എം ഷാജഹാന്റെ വസതിയിലും സമാനമായ തരത്തിൽ പരിശോധന നടത്തുകയും ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതാണ്. അതേ ശൈലിയിൽ തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ വസതിയിലും ഈ പരിശോധന നടന്നിരിക്കുന്നത്. കേസിലെ മറ്റ് പ്രതികളുടെ വീടുകളിൽ നടത്തുന്ന പരിശോധനയിലും സമാനമായ തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് സൂചന. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് സൈബർ ക്രൈം പോലീസ്. അതുകൊണ്ട് തന്നെയാണ് ആ ഗൂഢാലോചന എന്ത് എന്ന് കൃത്യമായി കണ്ടെത്തുന്നതിന്റെ ഭാഗമായി അത്തരത്തിലുള്ള ഒരു പരിശോധന കൂടി നടക്കുന്നത്. അവിടെ കോൺഗ്രസ് പാർട്ടിയിലെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ ഭാഗമായി നിന്ന ചിലർ ഈ ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഈ പാർട്ടി സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു നീക്കം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം പരിശോധന നടക്കുന്നത്. ഏതൊക്കെ വകുപ്പുകളാണ് ഈ രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിരിക്കുന്നത്? അതായത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ഉൾപ്പെടെയാണ്. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും പോലീസിന്റെ നീക്കം? മാത്രമല്ല, ഡാൻ സൂചിപ്പിച്ചതുപോലെ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ ചില നേതാക്കളും പ്രതിപട്ടികയിലുണ്ട്. അവരെ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? കാരണം രാഹുൽ ഈശ്വർ, സന്ദീപ് വാര്യരെ കുറിച്ച് യാതൊരു സൂചനയുമില്ല. വീട് പൂട്ടിയ നിലയിലാണ്. സന്ദീപ് വാര്യരെ ലക്ഷ്യമിട്ടും കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരം സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. മുൻ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ തന്നെയാണ് രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. കാരണം BNSലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെയാണ്. അതായത് ഈ IT നിയമം അല്ലെങ്കിൽ ഈ IT സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ തന്നെയാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ രാഹുലിന്റെ അഭിഭാഷകനും ഇതുമായി ബന്ധപ്പെട്ട കോടതിയിലെ നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കോടതിയിലേക്ക് അന്വേഷണ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ അതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുമെന്നാണ് ഈ കുടുംബം അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇതിന് പിന്നിലെ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അതിന്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യർ, രഞ്ജിത പുളിക്കൽ, അഡ്വക്കേറ്റ് ബീന ജോസഫ് ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താനുള്ള ഒരു നീക്കം പോലീസ് വേഗത്തിലാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ഈ ചിത്രവും അധിക്ഷേപ പരാമർശങ്ങളും ഇടാൻ ആഹ്വാനം നൽകിയവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ അറസ്റ്റുകൾ ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു സാമാന്യം നിയമപരിജ്ഞാനമുള്ള വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അഡ്വക്കേറ്റാണ്. അതുപോലെ തന്നെ മറ്റു പ്രതികളായിട്ടുള്ള
ദീപ ജോസഫും സുപ്രീം കോടതി അഭിഭാഷകയാണ്. സൈബർ ക്രൈമുകളെ കുറിച്ച് വളരെ വ്യക്തമായി ബോധ്യമുള്ളവർ. ഇവർ തന്നെ ഉന്നയിക്കുന്ന വാദവും ഇതാണ്. കാരണം ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്കിലുണ്ടായിരുന്ന അവരുടെ വിവാഹ സമയത്തെ ചിത്രം പുറത്തുവിട്ടതിൽ ഇവർക്ക് പങ്കില്ല, സന്ദീപ് വാര്യർക്കും പങ്കില്ല. സന്ദീപ് വാര്യർ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണവും നൽകിയിട്ടുണ്ട്. പക്ഷെ പിന്നെ എങ്ങനെ ഇവരെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ കഴിയും? ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമാണ്. മാത്രമല്ല അവരെ അധിക്ഷേപിച്ചു, സൈബറിടത്ത് അധിക്ഷേപിച്ചു, മാധ്യമങ്ങളുടെ അധിക്ഷേപിച്ചു. ഈ കുറ്റങ്ങൾക്കപ്പുറം ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന വിഷയത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു കുറ്റം ഇവർക്ക് മേൽ ചുമത്താൻ പോലീസിന് കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കാരണം ഈ വിവാഹം നടന്നത് 2024 ഓഗസ്റ്റ് മാസത്തിലാണ്. ആ ഓഗസ്റ്റ് മാസത്തിലെ ഏത് തീയതിയിലാണ് വിവാഹം നടന്നതെന്നും താൻ ആ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും സന്ദീപ് വാര്യർ പരസ്യമായി പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായി സന്ദീപ് വാര്യരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ആ ഡേറ്റിലുള്ള ചിത്രങ്ങൾ നോക്കുമ്പോൾ സന്ദീപ് വാര്യർ ഏത് വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളാണ് അവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒരു കാര്യത്തിലുള്ള അവസരം ഒരുക്കി കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതികരണം സന്ദീപ് വാര്യരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് വിലയിരുത്തൽ. അങ്ങനെയാണ് സന്ദീപ് വാര്യറും രാഹുൽ ഈശ്വറും ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ടാകുന്നത്. അതിന് പിന്നാലെയാണ് യുവതി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നത്. അതായത് ഇതിന് പിന്നിൽ കൃത്യമായി ഒരു കണക്ട് ചെയ്തുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതാണ് സംശയം. അങ്ങനെ സന്ദീപ് വാര്യർക്ക് ഈ ഡേറ്റ്, അതായത് കൃത്യമായി ഈ ഡേറ്റ് പരസ്യമാക്കുന്നതിലൂടെ മറ്റാളുകൾക്ക്, അതായത് പുറത്തു നിന്നുള്ള ആളുകൾക്ക്, രാഹുൽ അനുകൂലികൾക്ക് ഈ ചിത്രം കണ്ടെത്തുന്നതിനും അത് മറ്റ് സ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനുള്ളൊരു സമയം ബോധപൂർവം ഉണ്ടാക്കി കൊടുത്തു, അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി എന്നൊരു വിലയിരുത്തലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനുശേഷം മറ്റ് പലരുടെയും ആവശ്യപ്രകാരം സന്ദീപ് വാര്യർ ഈ ചിത്രം നീക്കം ചെയ്യുകയായിരുന്നു, ഹൈഡ് ചെയ്യുകയായിരുന്നു. പക്ഷേ അതിനോടകം തന്നെ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്തു വെച്ച ശേഷമാണ് ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ 2 ദിവസത്തിനിടെ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെ രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഈ യുവതിയെ അധിക്ഷേപിച്ച മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം രാഹുൽ ഈശ്വറിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കും.